ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. സാധാരണ ഗതിയിൽ നമ്മൾ വാട്ട് ഈസ് യുവർ നെയിം, വൈ ആർ യു ഹിയർ, വെയർ ആർ യു ഫ്രം, അങ്ങനത്തെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ ഇംഗ്ലീഷിൽ പഠിക്കാറുള്ളത്. ഇത് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഒരു ഇംഗ്ലീഷ് വേർഷൻ, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇടുന്നതല്ലേ, ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. താല്പര്യമില്ലാത്തവർക്ക് ഷെയർ ചെയ്യേണ്ട. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമുക്കൊരു കറക്റ്റ് ഗൈഡൻസും വേണം. ഓക്കെ, നമ്മളിങ്ങനെ യൂട്യൂബിൽ പറഞ്ഞു, അത് കേട്ടു, നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും, അത് ചോദിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രോപ്പർ ഗൈഡൻസിൽ പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റായിട്ടൊരു കോഴ്സാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക, അല്ലാതെ വേറൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഈ കോഴ്സ് എനിക്ക് ഓക്കെയാണ്, ടൈമിംഗ് ഓക്കെയാണ്, ഓക്കെ പഠിപ്പിക്കുന്ന രീതി ഓക്കെയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു ആദ്യമേ, സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണ് നമ്മുടെ ഒരു കൊളീഗിൻ്റെ അടുത്ത്, യു ആസ്ക് അബൌട്ട് ദ സാലറി, നീ പോയി സാലറിയുടെ കാര്യം ചോദിക്കുക എന്ന് നമ്മൾ പറയാണ്. അപ്പോൾ അവൻ ചോദിക്കാം, എന്തിനാ ഞാൻ ചോദിക്കുന്നത്, ഇതങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, എന്തിനാ ഞാൻ ചോദിക്കുന്നത്. വൈ ഷുഡ് ഐ ആസ്ക് എന്നൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഷോർട്ടായിട്ട് വൈ മീ, എന്തിനാ ഞാൻ എന്തിനാ എപ്പോഴും ബലിയാടാവുന്നത്, എന്തിനാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ വൈ മീ എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. വൈ മീ, എടാ നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം വൈ മീ, എന്തിനാ എപ്പോഴും ഞാൻ വെള്ളം എടുക്കുന്നത്, ഇന്ന് നീ പോയി വെള്ളം എടുക്കുക. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ വൈ മീ, എന്തിനാ ഞാൻ എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലരോട് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കും, എന്തിനാ ഇത് എന്നോട് ചോദിക്കുന്നതെന്ന് അല്ലേ. ചില കാര്യങ്ങളൊക്കെ, എടാ ഞാൻ ഇന്ന് ഒന്ന് പുറത്ത് പോയാലോ എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കാമെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും, ഇവനിതെന്തിനാ എന്നോട് ചോദിക്കുന്നത്, എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും. വൈ ആർ യു ആസ്കിങ് മീ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, വൈ ആർ യു ആസ്കിങ് മീ. പക്ഷെ അതിന് പകരം കുറച്ചുകൂടി സിമ്പിളായിട്ട് വൈ ആസ്ക് മീ, എന്നോട് എന്തിനാ ചോദിക്കുന്നേ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വൈ ആസ്ക് മീ, എന്നോട് എന്തിനാ ചോദിക്കുന്നത്. ഇനി അടുത്ത് ചില കേസസിലൊക്കെ നമുക്ക് തോന്നും, ഓഫീസിൽ പ്രത്യേകിച്ച് നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നും. ഓഫീസിലായാലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലായാലും നമ്മളെ പരിഗണിക്കില്ല എന്ന് തോന്നും. നമുക്ക് പകരം എന്തെങ്കിലും പരിപാടിക്ക് വേറെ ആളെ തിരഞ്ഞെടുക്കുമ്പം എന്നെ എന്താ പരിഗണിക്കാത്തത് എന്നെങ്ങനെ ചോദിക്കാം. ലോങ് ആയിട്ട് വൈ ആർ യു നോട്ട് കൺസിഡറിങ് മീ എന്ന് ചോദിക്കാം. പക്ഷെ ഷോർട്ടായിട്ടും കുറച്ചുകൂടി അടിപൊളിയായിട്ടും വൈ നോട്ട് മീ, എന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല, എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്, വൈ നോട്ട് മീ. ഈ അർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. നമ്മളോടിപ്പോൾ ഒരാൾ പറയാണ്, എടാ എനിക്കിന്ന് വരാൻ പറ്റില്ല എന്നൊരാൾ പറയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക, എന്താ കാരണം, എന്താ വരാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ കാരണം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം. വൈ കൻ നോട്ട് യു കം, വാട്ട് ഈസ് ദ റീസൺ, വൈ ആർ ഇറ്റ് യു കമ്മിങ്, അങ്ങനെ കുറേ ചോദിക്കാം നമുക്ക് എന്താ കാരണം എന്നുള്ളത്. പകരം കുറച്ചുകൂടി ഷോർട്ടായിട്ട് വൈ സോ എന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ HR ആണ്, ഒരാളെ വിളിച്ച് ലീവ് ചോദിക്കുകയാണെങ്കിൽ ഐ നീഡ് എ ലീവ് ടുഡേ, വൈ സോ, എന്തിനാണ്, എന്താ കാരണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വൈ സോ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു നീട്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് പറയുന്നതിനെക്കാട്ടും ഇങ്ങനത്തെ ഷോർട്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്ത് നോക്കാം, ഞാൻ എന്തിനിത് ചെയ്യണം എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും. എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയുകയാണെങ്കിൽ, എന്തിനാ ഞാൻ എപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വൈ ഷുഡ് ഐ എന്നുള്ളത്, എന്തിനാ ഞാൻ ചെയ്യുന്നത്, വൈ ഷുഡ് ഐ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് വൈ മീ എന്ന് ചോദിക്കാവുന്നതാണ്. കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വൈ ഷുഡ് ഐ എന്നുള്ളത് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത്, നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിനെന്താ എന്ന് പറയണം. അതിനെന്താ, ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയാണ്, എടാ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ, അതിനെന്താ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. വൈ നോട്ട്, അതിനെന്താ, വൈ നോട്ട്. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ വേറെന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ പറയാണ്. വേറെന്തൊക്കെയുണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം.
നമ്മളിപ്പം എന്തെങ്കിലും ഒരു വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ വിശേഷം പറയും, നമ്മൾ ചോദിക്കും വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ള ഒരു സിറ്റുവേഷനിലും, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വാങ്ങിക്കാൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസ് ഇതാണ്, വാട്ട് എൽസ്, വേറെ എന്തൊക്കെയുണ്ട്, വാട്ട് എൽസ്. ഓക്കെ, വിശേഷത്തിൻ്റെ കാര്യമല്ല, എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും എന്ത് കേസിലും വേറെ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാനായിട്ട് നമുക്ക് വാട്ട് എൽസ് എന്ന ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, ചില കേസിൽ നമ്മൾ ഇപ്പം എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കില്ലേ, ഇപ്പം എന്താ പ്രശ്നം, അങ്ങനത്തെ കേസിൽ നമ്മളിത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും, ഇപ്പം എന്താ പ്രശ്നം. അങ്ങനത്തെ കേസിൽ നമുക്കിങ്ങനെ പറയാം, വാട്ട് നൗ, ഇപ്പം എന്താ പ്രശ്നം. ഓക്കെ, വാട്ട് നൗ, വാട്ട് ഈസ് ദ ഇഷ്യൂ നൗ, വാട്ട് നൗ, വാട്ട് ഈസ് ദ പ്രോബ്ലം നൗ എന്നൊക്കെ ചോദിക്കാം. ഈ വാട്ട് ഈസ് ദ ഇഷ്യൂ നൗ, വാട്ട് ഈസ് ദ പ്രോബ്ലം നൗ, ഇതിൻ്റെയൊക്കെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ വാട്ട് നൗ എന്ന് ചോദിക്കുന്നത്. ഇനി ഇത് വേറെ സിറ്റുവേഷനിലും ചോദിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ വാട്ട് ഷുഡ് വി ഡു നൗ, വാട്ട് ക്യാൻ വി ഡു നൗ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഷോർട്ടായിട്ട് വാട്ട് നൗ എന്ന് ചോദിക്കാം. ഉദാഹരണത്തിന്, ഒരു പ്രശ്നം ഉണ്ടായി, ഇനി എന്ത് ചെയ്യും, വാട്ട് നൗ, ഇനി എന്ത് ചെയ്യും, നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വാട്ട് നൗ യൂസ് ചെയ്യാവുന്നതാണ്. ഈ രണ്ടർത്ഥത്തിലും നമുക്ക് വാട്ട് നൗ എന്ന ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചോദിക്കാറുണ്ട്, എപ്പോഴത്തൊട്ടാണ് ഈ തീരുമാനമൊക്കെ എടുത്തു തുടങ്ങിയത്, എപ്പോഴത്തൊട്ടാണ് ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത്. അതിന് നമ്മൾ എപ്പോഴത്തൊട്ട് എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം, സിൻസ് വെൻ, എപ്പോഴത്തൊട്ട്, എപ്പോൾ മുതൽ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സിൻസ് വെൻ എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. സിൻസ് വെൻ, ഞാൻ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എപ്പോഴത്തൊട്ട് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സിൻസ് വെൻ എന്ന് ചോദിക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ ഇറങ്ങിയൊരു സംഭവമാണ്, ഇതെങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഒരു ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം, ഇപ്പം എങ്ങനെയുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം, ഹൗസ് ദാറ്റ് എന്ന് ചോദിക്കാം. ഹൗസ് ദാറ്റ്, ഇപ്പം എങ്ങനെയുണ്ട്, ഹൗസ് ദാറ്റ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ഒക്കെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മൾ മലയാളത്തിൽ ചില യൂസേജസും ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കോമൻറ്റ് സെക്ഷനിൽ, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ, ഈ സെൻറ്റൻസസ് ഒക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനൊരു കോഴ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അതിന് നമുക്ക് വേണ്ടത് നമ്മൾ പറയുന്ന തെറ്റുകൾ തിരുത്തി തരാനും നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒരാളാണ്. അതുപോലെ തന്നെ നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ഒരാളും. അപ്പോൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു കോഴ്സാണ് നമ്മുടേത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സ് ആണോ എന്ന്. ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.